ഒരുപാട് പേർ ഈ ഞാനിനെ വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെയുള്ള കടമ വീട്ടലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതറിയാതെ ഒരു സന്യാസവും മുന്നോട്ട് പോവില്ല. നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനിച്ചത് മുതൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് വരെ ഞാൻ കോടിക്കണക്കിന് ആളുകളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കടപ്പാടുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അത് കുറച്ചെങ്കിലും വീട്ടാൻ എനിക്ക് അവസരം തരണം എന്നായിരിക്കണം ഏതൊരാത്മീയ സാധകനും ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യ, വൈദ്യം, സുരക്ഷ, ഇത്രയും കാര്യങ്ങൾ മുഴുവൻ 5 വർഷം കൊണ്ട് എല്ലാ ജനങ്ങൾക്കും നൽകാൻ കഴിയുന്ന വളരെ ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള വിശദമായ പദ്ധതികളാണ് പല വേദികളിലും അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള ആത്മീയ സാധനയാണ് ഷഡാധാര പ്രാണവിദ്യ. ഇത്രയും ബൃഹത്തായ സമ്പന്നമായ ഒരു ഭരണഘടനയാണ് ഭാരതത്തിനുള്ളത്. ആ ഭരണഘടന സ്കൂളുകളിൽ പഠിപ്പിക്കുന്നേയില്ല. കാരണം അത് പഠിച്ച് ഉണ്ടാകുന്ന ഉത്തമന്മാരായ പൗരന്മാർ തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പലർക്കും അറിയാം. ഓക്കെ, സാറിൻ്റെ ഷഡാധാര പ്രാണവിദ്യ ആ ഒരു കാര്യം സാർ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അതിന് വല്ല അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെ ഒരുപാട് സാർ പ്ലാൻ ചെയ്ത പദ്ധതികളെക്കുറിച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഏതൊരു ആത്മീയ സാധനയും ആ വ്യക്തിക്ക് വേണ്ടി മാത്രമാവരുത്. അതെ അതെ. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്നത് പലരും പറയാറുണ്ട്, ഞാൻ കയ്യല്ല കാലല്ല ആത്മാവാണ് എന്നൊക്കെ. എന്നാൽ നമ്മളെല്ലാം എൻ്റെ ആത്മാവ് എന്നും പറയാറുണ്ട്. അതെ അതെ. അപ്പം ആത്മാവ് ഞാനല്ല എന്നല്ലേ? ഈ ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു പദമല്ല. ആത്മാവും മനസ്സും ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ കുടുംബവും സമൂഹവും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഞാൻ രൂപപ്പെടുന്നത്. ആ ഞാൻ എൻ്റെ കാലശേഷം ഉണ്ടാവുന്നുമില്ല. ആ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ആത്മാവ്, മനസ്സ്, ചിന്ത, വാക്ക്, പ്രവൃത്തി, പരിസ്ഥിതി, ബന്ധങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഞാൻ എൻ്റെ മരണശേഷം അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഒരു ആത്മാവ് സ്വതന്ത്രമാവും. ഒരു ശരീരം ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിൽക്കുന്നത് ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന ആ ഒരു വാദഗതി പല പ്രഭാഷണങ്ങളിലും പലരും അത് പറയാറുണ്ട്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ എൻ്റെ ആത്മാവ് എന്നൊരു പ്രയോഗവുമുണ്ട്. അത്തരം ആളുകൾ ചോദിക്കുന്ന വാദഗതി എൻ്റെ മനസ്സ് എന്ന് പറയാറില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സല്ല. എൻ്റെ കൈ എന്ന് നിങ്ങൾ പറയാറില്ലേ? അപ്പോൾ നിങ്ങൾ കൈയല്ല. ഇങ്ങനെയാണ് അവർ ഞാൻ ആത്മാവാണ് എന്നുള്ളതിന് ന്യായം കണ്ടെത്താറ്. അതേസമയം എൻ്റെ ആത്മാവ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആത്മാവുമല്ലല്ലോ. അപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ വിവരിച്ച ഒരുപാട് കാര്യങ്ങളുടെ ഒരു സംഘാതം, ഒരു സങ്കരം ആയിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഞാനെന്നുള്ളത്. ഈ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം വേർപെടുന്നതോടുകൂടി ആ ഞാൻ ഇല്ലാതാവുകയാണ്. ആ ഞാനില്ല, മറ്റൊരു ഞാൻ അവിടെ ഉണ്ടായെന്ന് വരാം, ഉണ്ടായില്ലെന്ന് വരാം. ഈ ഞാനിന് ഈ ഞാനാക്കി മാറ്റിയ ഒരുപാട് ഘടകങ്ങളുണ്ട്. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, പിന്നെ നമുക്ക് അറിവ് നൽകിയിട്ടുള്ള ഒരുപാട് ആളുകൾ, പിന്നെ ഭക്ഷണം നൽകിയിട്ടുള്ള ചെടികൾ, മറ്റ് ജീവജാലങ്ങൾ, കർഷകർ, പശുക്കൾ, ഇങ്ങനെ ഒരുപാട് പേർ ഈ ഞാനിനെ വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെയുള്ള കടമ വീട്ടലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതറിയാതെ ഒരു സന്യാസവും മുന്നോട്ട് പോവില്ല. പിന്നെ എന്തിനു വേണ്ടി ഈ ജീവിതം തന്നു എന്നുള്ളതിന് മറ്റൊരുപാട് ഉത്തരങ്ങളുണ്ട്. നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ ഈ ആത്മീയ സാധനകളെല്ലാം ഈ സമൂഹത്തോടു കൂടി ബാധ്യതയുള്ളതായിരിക്കണം, ബന്ധപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ മുന്നോട്ട് വയ്ക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നോടൊപ്പമുള്ളവർക്കും കൂടി വേണ്ടിയാണ് ജീവിക്കുന്നത്, സാധന ചെയ്യുന്നത്,
ധ്യാനം ചെയ്യുന്നത്, തപസ് ചെയ്യുന്നത്, എന്തായാലും അതെല്ലാം ഞാൻ മോക്ഷം നേടുന്നത് വരെ, അതും എൻ്റെ സഹജീവികൾക്ക് കൂടി, സഹജീവി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയായ ഭൂമി വരെ അതിൽ ഉൾപ്പെടും, ആ ഭൂമിയെ ഉൾക്കൊള്ളുന്ന സൗരയൂഥം അതിൽ ഉൾപ്പെടും. ഇതിനെല്ലാം സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നതായിരിക്കണം എൻ്റെ സാധനകൾ. അല്ലാതെ എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ ഞാൻ കുറേ പണം സമ്പാദിക്കുന്നു, അത് മറ്റുള്ളവൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടാണ് അവനെ കഷ്ടത്തിലാക്കിയിട്ട് ഞാൻ നന്നാവുകയാണ് സത്യത്തിൽ പണം സമ്പാദിക്കുന്നവൻ ചെയ്യുന്നത്. അതേപോലെ മറ്റുള്ളവൻ്റെ ഊർജവും സമയവും പണവും അല്ലെങ്കിൽ അധ്വാനവും മുതലാക്കി സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുന്നത് ഒരിക്കലും ആത്മീയ സാധനയാവില്ല. ശരിയാണ്. അപ്പം സാറ് എന്തൊക്കെയാണ് പദ്ധതികളായിട്ട് ചെയ്യുന്നുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനിച്ചത് മുതൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് വരെ ഞാൻ കോടിക്കണക്കിന് ആളുകളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ ഷർട്ടിൻ്റെ നൂലുണ്ടാക്കിയ ഫാക്ടറി, ആ നൂലുണ്ടാക്കാൻ, ആ ഫാക്ടറി സ്ഥാപിക്കാൻ അതിന് കഴിവ് നൽകിയ അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടാക്കിയ മുതലാളി, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഈ നൂല് കൃഷി ചെയ്തിട്ടുള്ള പരുത്തി കർഷകൻ, ആ ചെടികൾക്ക് വളം നൽകിയിട്ടുള്ള പശുക്കൾ, ഇങ്ങനെ കോടാനുകോടി ജീവജാലങ്ങളോട് ഈ ഒരു ഷർട്ടിൻ്റെ പേരിൽ മാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആകെ കടപ്പാടിൻ്റെ ഭാരം എത്രയായിരിക്കും? ശരിയാണ്. എൻ്റെ ഓരോ നിമിഷവും ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാരോട് കടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. മാത്രമല്ല, ഒരു നിമിഷം വായു കിട്ടിയില്ലെങ്കിൽ ആ നിമിഷം അവസാനിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് ഈ വായുദേവനോട് കടപ്പാടുണ്ട്. ഇരിക്കാനൊരു ഭൂമി തന്നിട്ടില്ലായിരുന്നെങ്കിൽ അതും കഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ പഞ്ചഭൂതങ്ങളോടും നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ ഈ എല്ലാ കടപ്പാടുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അത് കുറച്ചെങ്കിലും വീട്ടാൻ എനിക്ക് അവസരം തരണം എന്നായിരിക്കണം ഏതൊരാത്മീയ സാധകനും ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ ധ്യാനിച്ചാൽ മതി. മനസ്സിനെ ശൂന്യമാക്കിയിട്ടാൽ നമ്മൾ ഏത് കാര്യമാണോ നമ്മൾ ആ ധ്യാനത്തിന് മുമ്പ് ശക്തമായിട്ട് ആഗ്രഹിച്ചത്, അതിനുള്ള പരിഹാരം ആ സമയത്ത് മനസ്സിലേക്ക് വരും. ഇങ്ങനെ കിട്ടിയിട്ടുള്ള കേരളത്തിന് വേണ്ടിയുള്ള ഒരു 200 പദ്ധതികൾ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്നാലാവുന്ന വിധം സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എത്തേണ്ട കരങ്ങളിൽ എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അത് ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം പല പദ്ധതികളും നടപ്പാക്കിയാൽ ഇവിടെ, അതായത് കേരളത്തെ 5 വർഷം കൊണ്ട് സുഖസുന്ദരമായ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാക്കി മാറ്റാം. അതിനുള്ള പദ്ധതികളാണ് അതിൽ മുഴുവനുള്ളത്. എല്ലാവർക്കും പഞ്ചായത്ത് എന്ന് പറയുന്ന 5 ആയത്തുകൾ: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യ, വൈദ്യം, സുരക്ഷ. ഇത്രയും കാര്യങ്ങൾ മുഴുവൻ 5 വർഷം കൊണ്ട് എല്ലാ ജനങ്ങൾക്കും നൽകാൻ കഴിയുന്ന വളരെ ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള വിശദമായ പദ്ധതികളാണ്. പല വേദികളിലും അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. ഇത് ഗംഭീരമാണ്, ഇത് ഗവൺമെൻറ്റിന് അയക്കണം എങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറയും. പക്ഷേ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഞാൻ മുഖ്യമന്ത്രി ആയാലെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി ആയാൽ കേരളത്തിലെ ഓരോ വ്യക്തിയും മുഖ്യമന്ത്രിയായിരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്. അതാണ് ശുദ്ധ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യൽ മാത്രമല്ല, ചോദ്യം ചെയ്യൽ കൂടിയാണ്. ഇവിടെ വോട്ട് ചെയ്യൽ മാത്രമാണ് ജനാധിപത്യം എന്ന് നമ്മൾ വിശ്വസിച്ചുറച്ചുപോയി. പിന്നീടുള്ള യാതൊരു കാര്യങ്ങളിലും ജനങ്ങൾക്ക് പങ്കില്ല. അപ്പോൾ ആ പങ്ക് ജനങ്ങൾക്കുണ്ടാകണമെന്ന് തോന്നണമെങ്കിൽ ഭരണത്തിലിരിക്കുന്നവൻ സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഞാൻ തന്നെയാണ് മറ്റവനും എൻ്റെ മുന്നിലുള്ളവനും എന്ന് തോന്നണം. അപ്പോൾ എൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ അയാളുടെ സുഖമാണെന്ന് ധരിക്കുന്ന മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ MLA-മാരോ ഒക്കെ ഉണ്ടാകണം. അത്തരം ഒരവസ്ഥയിൽ മാത്രമേ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ശാശ്വതമായ പുരോഗതിയും ശാന്തിയും ഒക്കെ കിട്ടുള്ളൂ. അതായത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ഹൃദയം കൊണ്ടുകൂടി ചിന്തിക്കണം. എന്നാൽ ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുമ്പോൾ ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തലച്ചോറും വേണം. നമ്മുടെ തലച്ചോറിൻ്റെ റൈറ്റ് പാർട്ടും റൈറ്റ് ഫോർ റിക്രിയേഷൻ ആൻഡ് ലെഫ്റ്റ് ഫോർ ലോജിക് എന്നാണല്ലോ. ഈ 2 പാർട്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ തന്നെ ഒരാൾക്ക് നല്ല ഭരണാധികാരിയാകാൻ കഴിയുള്ളൂ. ഇപ്പൊ തലച്ചോറിൽ മാത്രം കുടുങ്ങി കിടക്കുന്നു പലരും. എല്ലാരും പറയാനും പറ്റൂല. അതെ അതെ, അപൂർവം ചില വ്യക്തികൾ അല്ലാതെയുണ്ട്. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ.
അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആത്മീയ സാധനയാണ് ഷഡാധാര പ്രാണവിദ്യ. ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷഡാധാര പ്രാണവിദ്യ പഠിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ എൻ്റെ മനസ്സ്, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ രാജ്യം എന്നുള്ള രീതിയിൽ മനസ്സ് വിശാലമാക്കി എടുത്തതിന് ശേഷം വേണം ഒരാൾ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള രീതിയിൽ യഥാർത്ഥ സാധനയിലേക്ക് അവസാനം കടന്നു പോകേണ്ടത്. ശരിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ 5 വർഷം കൊണ്ട് എങ്ങനെ കേരളത്തെയാണോ സമ്പന്നമാക്കാം എന്നുള്ളൊരു രീതിയിലോട്ടുള്ള പ്ലാൻ ഉണ്ടാക്കിയെന്ന്. അതേപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും അങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും അവർ വിമർശിക്കപ്പെടുകയും അവരെ പല തരത്തിൽ ക്രൂശിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ലേ ഉണ്ടാകുന്നത്. ശരിക്കും അതിൽ നിന്നൊരു മാറ്റം വരേണ്ടതല്ലേ? മാറ്റം വരണമെങ്കിൽ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ വരണം. അങ്ങനെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ഉണ്ടായി വരണമെങ്കിൽ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഉള്ള വിദ്യാഭ്യാസം നൽകണം. ഇത്രയും ബൃഹത്തായ സമ്പന്നമായ ഒരു ഭരണഘടനയാണ് ഭാരതത്തിനുള്ളത്. ആ ഭരണഘടന സ്കൂളുകളിൽ പഠിപ്പിക്കുന്നേയില്ല. കാരണം അത് പഠിച്ച് ഉണ്ടാകുന്ന ഉത്തമന്മാരായ പൗരന്മാർ തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പലർക്കും അറിയാം. അത് തന്നെയാണ് അത് പഠിപ്പിക്കാത്തതിൻ്റെ കാര്യം. വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ ആരെങ്കിലും തുനിഞ്ഞാൽ ഉടനെ എതിർ ശബ്ദങ്ങൾ ശക്തമായിട്ട് വരും. കാരണം ജനങ്ങൾ ഒരിക്കലും ബോധവൽക്കരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ കയ്യിലാണ് ഇന്ന് ഭരണം നിലനിൽക്കുന്നത്. അതിൽ നിന്ന് മാറി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയുള്ള പോലെ ഉത്തമ പൗരബോധമുള്ള ജനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. ശരിയാണ്. അതിനും കൂടി സഹായിക്കുന്നതാണ് നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ എന്ന് പറയുകയാണ്. ഇതോടൊപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം മോക്ഷം തന്നെയാണ്. പക്ഷെ മോക്ഷം നേടുന്നതിന് മുമ്പായിട്ട് മോക്ഷം നേടാനുള്ള ഒരു അർഹത നമുക്കുണ്ടാകാൻ, നമുക്ക് നമ്മുടേതായിട്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം കടം വാങ്ങിയതാണെന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. സ്വന്തമായിട്ട് ഒന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അതെ അതെ. എല്ലാം കടം വാങ്ങിയതും മറ്റുള്ളവൻ്റെ ഔദാര്യം കൊണ്ട് ജീവിച്ച, സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് പഠിച്ചത്. സർക്കാരിൻ്റെ ഔദാര്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഔദാര്യം, പാവപ്പെട്ടവൻ്റെ ഔദാര്യം, വേർപ്പൊഴുക്കിയവൻ്റെ ഔദാര്യം. അപ്പം അത്രയും ജനങ്ങളോട് നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ജോലിക്കും ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷനും എല്ലാം ഞാൻ ഒരുപാട് ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ശമ്പളം വാങ്ങിച്ചിരുന്ന സമയത്തും അതിൻ്റെ ഒരു ഭാഗം സോഷ്യൽ സർവീസിന് നീക്കി വെക്കണമെന്ന് തോന്നിയത്. അത് നീക്കി വെക്കാനുള്ള ഒരു മാർഗമായിട്ട് അച്ഛനമ്മമാർ പറഞ്ഞു തന്നതനുസരിച്ചാണ് നമ്മുടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ശരി. സാർ അധ്യാപകനായിരുന്നു അല്ലേ മുൻപേ? ഓക്കെ. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് തോന്നുന്നു സാർ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപേ റോഡുകളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് സാർ എന്തോ പദ്ധതി ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായിരുന്നു അത്? ഈ ഭരണനിർവഹണം അല്ലെങ്കിൽ നിയമ പരിരക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നതാണ് കുഴപ്പം. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ജനങ്ങൾ തന്നെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം വന്നാൽ മാത്രമേ ഏത് നിയമവും വിജയിക്കുള്ളൂ. ഹെൽമറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ ക്യാമറ ഉള്ളിടത്തുനിന്ന് മാത്രം ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്യുകയാണ്. നിയമത്തെ പേടിച്ചിട്ട് അത് സർക്കാരാണ് ഫൈൻ ഇടുന്നതും സർക്കാരാണ് നിയമം ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും എല്ലാം. അതേസമയം ജനങ്ങൾ തന്നെ സ്വയം ആ നയം രൂപീകരിക്കുകയും അത് നടപ്പാക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്താൽ അത് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യവുമാകും. ജനങ്ങളത് സ്വയമേവ അനുസരിക്കാനും തയ്യാറാവും. അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജനങ്ങളിൽ അങ്ങനെ ഒരു ബോധവൽക്കരണം വരുത്താൻ കഴിയുമോ? ജനങ്ങളിൽ അങ്ങനെ ഒരു ബോധവൽക്കരണം വരുത്താനാണ് ഞാൻ ജീവസഭ എന്നുള്ളൊരു സിസ്റ്റം ആവിഷ്കരിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 200 പദ്ധതികളും കേരളത്തിൽ അനായാസം നടപ്പാക്കാം. ഇന്ന് കെട്ടിക്കിടക്കുന്ന എല്ലാ കേസുകളും 1 വർഷം കൊണ്ട് തീരും. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ കേസുകളും 1 വർഷം കൊണ്ട് തീർപ്പാവും. പ്രത്യേകിച്ചും സിവിൽ കേസുകൾ. ക്രിമിനൽ കേസുകൾ കുറച്ച് അതിൻ്റെതായ സമയമെടുക്കും. ഇതേപോലെ റോഡുകളിൽ നടക്കുന്ന ഏത് അന്യായങ്ങളും അക്രമങ്ങളും എന്ത് വയലേഷനും അതാത് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന് അതാത് സമയത്ത് തന്നെ അതിൻ്റെ ശിക്ഷ വരികയും ചെയ്യുന്നൊരു സിസ്റ്റം വരും. ശരിയാണ്. ഇതിന് ജനങ്ങളെ തന്നെ, യാത്ര ചെയ്യുന്ന ജനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ മെസ്സേജ് കൊടുക്കുന്ന ആൾക്ക്, ഇപ്പോൾ സർക്കാർ ഞാൻ എഴുതിയിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സിസ്റ്റം 2500 രൂപ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് ഫൈനും അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് എന്തോ 2500 രൂപ കൊടുക്കുന്നോ
എന്തോ ഒരു നിയമമൊന്നുണ്ട്. ഇതേ സിസ്റ്റം തന്നെ ഓരോ വാഹനത്തിലും ഓരോ ക്യാമറ നിർബന്ധമാക്കി കഴിഞ്ഞാൽ ആ ക്യാമറ നമ്മുടെ പോലീസ് കട്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അതാത് സമയത്ത് എല്ലാ റിപ്പോർട്ടുകളും അവിടെ എത്തും. ഏത് ക്യാമറയിൽ നിന്നാണോ മെസ്സേജ് വന്നത് ആ വ്യക്തിക്ക് ഒരു സമ്മാനം കിട്ടണം, അയാളുടെ അക്കൗണ്ടിലേക്ക് പണം വരണം. മറ്റേയാളിൽ നിന്ന് ഈടാക്കുന്ന പണത്തിൻ്റെ 50% ഏത് ക്യാമറയിൽ നിന്നാണോ ഈ വയലേഷൻ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ വ്യക്തിക്ക് കൊടുക്കണം. ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനം നമ്മുടെ മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളത്. അപ്പോൾ റോഡിലിറങ്ങാൻ ഒരാൾക്കും ഹെൽമറ്റ് ഇല്ലാതെ റോഡിലിറങ്ങും, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാർ ഓടിക്കുക അല്ലെങ്കിൽ റോങ് സൈഡിൽ കൂടെ വാഹനം വിടാൻ ഒരാൾക്കും ധൈര്യം വരില്ല. കാരണം ഞാൻ ഏതെങ്കിലും ക്യാമറയിൽ കുടുങ്ങിയാൽ നാളെ എനിക്ക് ഫൈൻ വരും എന്നറിയാം. അതേസമയം പോലീസിന് മാത്രമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന വിട്ടുകൊടുത്താൽ പോലീസ് ഉള്ളിടത്ത് മാത്രമേ വെക്കുള്ളൂ. ശരിയാണ്, നടപ്പാവൂ. പൊതുവെ കണ്ടിട്ടുണ്ട് നമ്മളാണെങ്കിലും പോലീസുകാർ വളവിലുണ്ടെന്ന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെക്കും. ആ ഒരു സ്വഭാവം എല്ലാവരും സ്വയം ആ ഒരു സന്നദ്ധനാവും. അതെ അതെ. അപ്പോൾ അത്തരം നമ്മുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നിമിഷങ്ങൾ കൊണ്ട് നടപ്പാക്കാൻ പറ്റും. എന്തായാലും സാറിൻ്റെ പദ്ധതികളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തുകയും കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഭാരതത്തിൽ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരാൻ സാറിന് കഴിയുകയും ചെയ്യട്ടെ. പ്രതീക്ഷയാണല്ലോ വലുത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ, നിങ്ങളുടെ ചാനലിൻ്റെ ഒരു സഹായവും കൂടി ഉണ്ടെങ്കിൽ ഈ പദ്ധതികൾ മുഴുവൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികൾ, എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികൾ, പലരുമായി സംസാരിച്ച് അവരൊക്കെ അഭിനന്ദിച്ചിട്ടുള്ള പദ്ധതികളാണ്. നമ്മുടെ നാടിന് രക്ഷയാകും ആ പദ്ധതികൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്താലും മതി.